الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി
കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇദാ കാനത് ഉമറാഉക്കും ഖിയാറക്കും, നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരാണെങ്കിൽ, വകാനത് അഗ്നിയാഉക്കും സുമഹാഅക്കും, നിങ്ങളിലെ ധനികന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉദാരന്മാരുമാണെങ്കിൽ, വകാനത് ഉമൂറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിലെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ, ഫളഹറുൽ അർളി ഖൈറുൽ ലക്കും മിൻ ബത്നിഹാ, എങ്കിൽ ഭൂമിയുടെ ഉൾഭാഗത്തേക്കാൾ അതിന്റെ പുറം ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. വഇദാ കാനത് ഉമറാഉക്കും ശിറാറക്കും, ഇനി അതേ സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണെങ്കിൽ, വകാനത് അഗ്നിയാഉക്കും ബുഖലാഅക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ധനികന്മാരൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ പിശുക്കന്മാരുമാണ് എങ്കിൽ, വകാനത് ഉമൂറുക്കും ഇലാ നിസാഇക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകളിലേക്കാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, ഫബത്നുൽ അർദി ഖൈറുൽ ലക്കും മിൻ ളാഹിരിഹാ, എങ്കിൽ നേരെ തിരിച്ച് ഭൂമിയുടെ പുറം ഭാഗത്തേക്കാൾ അതിന്റെ അകംഭാഗമാണ് നിങ്ങൾക്ക് ഗുണകരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തമരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചത് എന്നുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹദീസിൽ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറുൽ അർദി ഖൈറും മിൻ ബത്നിഹാ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭൂമിയിൽ ഈ ഭൂമിയുടെ പുറത്ത് ജീവിക്കാൻ അർഹതയുള്ളവരാണ്, നിങ്ങളതിന് യോഗ്യരാണ്. നിങ്ങൾക്ക് നാശമടഞ്ഞ് ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ അടക്കം ചെയ്യപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നതാണ് അതിന്റെ അർത്ഥം. നേരെ തിരിച്ചു പറഞ്ഞാൽ, ഫബത്നുൽ അർദി ഖൈറുൽ ലക്കും മിൻ ളഹരിഹാ, നിങ്ങൾക്ക് ഈ ഭൂമിയുടെ പുറം തോടിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഭൂമിയുടെ അകമാണ് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിക്ക് മേൽ ജീവിതം നയിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്, ഈ ഭൂമിക്ക് നല്ലത്, ഈ ലോകത്തിന് നല്ലത്, നിങ്ങൾ മരിച്ച് നാശമടഞ്ഞ് മണ്ണടിഞ്ഞു പോകുന്നതാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ജനസമൂഹങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വളരെ ചുരുങ്ങിയ ചില വചനങ്ങളിലൂടെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ജനസമൂഹങ്ങൾ ഈ ഭൂമിക്ക് മേൽ ജീവിതം നയിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുവാൻ, പുരോഗതി പ്രാപിക്കുവാൻ, നല്ല ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അർഹത നേടിയെടുക്കാൻ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങളായിട്ടുള്ളത് എന്ന കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. 3 വീതം കാര്യങ്ങളാണ് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയുടെയും അധപ്പതനത്തിന്റെയും മാനദണ്ഡങ്ങളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. ഭൂമിക്ക് മേൽ ജീവിക്കാൻ അർഹതയുള്ളവർ ഒരു നാഗരികത കെട്ടിപ്പടുത്ത് മനുഷ്യനിണങ്ങിയ വിധത്തിൽ, മനുഷ്യന് സന്തോഷവും വിജയവും നല്ല ജീവിതവും സമ്മാനിക്കുന്ന വിധത്തിൽ ഈ ഭൂമിക്ക് മുകളിൽ ജീവിതം നയിക്കാൻ
യോഗ്യതപ്പെട്ടവർ, അർഹതപ്പെട്ടവർ, അവരുടെ ഗുണങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്ന്, ആ സമൂഹത്തിലെ നല്ലവർ, ആ സമൂഹത്തിലെ സുഹൃതവാന്മാർ, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവർ അവരുടെ നേതാക്കളായി, അവരുടെ ഭരണാധികാരികളായി വരിക എന്നതാണ്. അപ്പൊ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ ഭരണാധികാരികൾ ഉണ്ടാകുന്നത് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവർ, എല്ലാ മൂല്യങ്ങളിലുള്ള കാര്യത്തിലും അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവർ, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ, നന്മയുള്ളവർ എന്ന മാനദണ്ഡത്തിലാണ് ഒരു സമൂഹത്തിൽ ഭരണാധികാരികൾ ഉണ്ടാകുന്നതെങ്കിൽ അത് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിലനിൽക്കാനും പുരോഗതി പ്രാപിക്കാനും വികസനം നേടിയെടുക്കാനും വളരെ ഗംഭീരമായ മനോഹരമായ ഒരു ജീവിതം ഈ ഭൂമിക്ക് മുകളിൽ കെട്ടിപ്പടുക്കാനുമുള്ള അവരുടെ യോഗ്യതയാണ്, അവരുടെ മാനദണ്ഡമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് വഅഗ്നിയാഉക്കും സുമഹാഅക്കും, നിങ്ങളുടെ ധനികന്മാർ നിങ്ങളുടെ കൂട്ടത്തിലെ ഉദാരന്മാരാവുകയും ചെയ്താൽ, ധനികന്മാർ അവർക്ക് ധനമുണ്ട് എന്നത് അവരെ സ്വാർത്ഥരാക്കുകയും അവരെ പിശുക്കന്മാരാക്കുകയും അല്ല ചെയ്യുന്നത്. സമൂഹത്തിലെ ഏറ്റവും ഉദാരതയുള്ള ആളുകളുടെ കൈവശം തന്നെയാണ് അള്ളാഹു അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സമ്പത്ത് വന്നു ചേർന്നിട്ടുള്ളത്. സമൂഹത്തിലെ ധനികർ തങ്ങളുടെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് ആ സമൂഹത്തോട് വളരെ ഉദാരമായി തങ്ങളുടെ സമ്പത്ത് കൊണ്ട് പെരുമാറുന്നവർ തന്നെയാണ് എന്ന് വന്നാൽ, അതേപോലെ തന്നെ അമ്രുക്കും ശൂറാ ബൈനക്കും, ഒരു സമൂഹത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് വ്യക്തിഗതമായ സ്വേച്ഛാധിപത്യപരമായ സ്വഭാവത്തിൽ ഉള്ള, ആ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് വ്യക്തികളുടേതാകാം, പാർട്ടികളുടേതാകാം, ചില പ്രത്യേകമായ ഗ്രൂപ്പുകളുടേതാകാം. എന്തു തന്നെയായാലും ഒരു സമൂഹത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ജനഹിതത്തിനനുസരിച്ചല്ല എന്ന് വന്നാൽ അത് അപകടമാണ്. അതേസമയത്ത് അമ്രുക്കും ശൂറാ ബൈനക്കും, ജനങ്ങളോട് കൂടിയാലോചന നടത്തി ജനങ്ങളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ആരാഞ്ഞ്, ജനങ്ങളുടെ ഹിതമെന്താണെന്ന് അറിഞ്ഞ് ആണ് ഒരു സമൂഹത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. വികസന അജണ്ടകൾ ഒരു രാജ്യത്തുണ്ടാകുന്നത് അങ്ങനെയാണ്, ഒരു രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഒരു രാജ്യത്ത് ജനങ്ങളുടെ പൗരന്മാരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ പൗരന്മാരുടെ ബാധ്യതകളുമൊക്കെ നിർണയിക്കപ്പെടുന്നത് അത്തരം കൂടിയാലോചനകളുടെ, സമൂഹത്തിന്റെ എല്ലാ ശ്രേണികളിലുമുള്ള ആളുകളുമായുള്ള കൂടിയാലോചനയുടെ ശൂറയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ, ഈ മൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടാൽ ഭരണാധികാരികൾ, സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ ഭരണാധികാരികളായി വരിക, സമൂഹത്തിലെ ധനികന്മാർ അത്യുദാരന്മാരായി പെരുമാറുക, തങ്ങളുടെ സമ്പത്ത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ വളരെ സുതാര്യമായ കൂടിയാലോചനകളിലൂടെ തീരുമാനിക്കപ്പെടുകയും നിയമങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ നിയമങ്ങൾ അങ്ങനെ തന്നെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് വന്നാൽ, അങ്ങനെയുള്ള ഒരു സമൂഹം ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ്. അവർ ഈ ഭൂമിയിൽ ഒരു നാഗരികത കെട്ടിപ്പടുക്കാൻ യോഗ്യതയും അർഹതയും ഉള്ള ആളുകളാണ്. അവർക്കാണ് ഈ ഭൂമിയിൽ അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം, ഭൂമിയിൽ മനുഷ്യർക്ക് അള്ളാഹു ഉദ്ദേശിച്ച വ്യവസ്ഥാപിതമായ ഒരു ജീവിതമുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ച ക്ഷേമത്തിലധിഷ്ഠിതമായ ഒരു ജീവിതമുണ്ട്. അത് കെട്ടിപ്പടുക്കാൻ, ആ ജീവിതം പൂത്തുലയുന്ന ഒരു നാഗരികതയെ നിർമ്മിച്ചുണ്ടാക്കാൻ യോഗ്യതയുള്ളവർ, അതിനർഹതയുള്ളവർ, ഇങ്ങനെയുള്ള ഒരു സമൂഹമായിരിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേസമയത്ത് നേരെ മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ, ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ ഭരണാധികാരികളായി വരുന്നത് ആ സമൂഹത്തിലെ തെമ്മാടികളാണ്. നാട്ടിൽ ആളുകൾക്ക് ശല്യക്കാരായ ആളുകൾ, അവരുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച്, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച്
അവരുടെ സമൂഹത്തോടുള്ള കടപ്പാടിനെ കുറിച്ച്, അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച്, അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് ഒന്നും ആളുകൾക്ക് നല്ല അഭിപ്രായങ്ങളില്ല. തങ്ങളുടെ കൂട്ടത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും മോശപ്പെട്ടവരാണവർ എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലും അവരാണ് ഭരണനിർവഹണത്തിന് ചുമതലപ്പെടുത്തപ്പെടുന്നവരെങ്കിൽ, അവരാണ് ഭരണ ഉത്തരവാദിത്തങ്ങളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക്, അധികാരങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അത് ആ സമൂഹം അധപ്പതനമർഹിക്കുന്നു. ആ സമൂഹം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്ത സമൂഹമാണ് എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ തെമ്മാടികൾ, നിങ്ങളുടെ കൂട്ടത്തിൽ കൊള്ളരുതാത്തവർ, നിങ്ങൾക്ക് മുമ്പിൽ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് അവർ അധികാരത്തിൽ വരികയും ചെയ്യുന്നു എന്നത് സംഭവിക്കുന്നത് നിങ്ങൾ സ്വയം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്ത സമൂഹമാണ് എന്ന് തെളിയിക്കുന്നതിന് തുല്യമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അഗ്നിയാഉക്കും ബുഖലാഅക്കും, സമ്പത്ത്, കൈവശം വരുന്ന സമ്പത്ത് തന്റെ ജീവിതാവശ്യങ്ങൾക്കുള്ളത് കഴിച്ചാൽ പിന്നെ ബാക്കിയുള്ളത് അത് സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. അതല്ലെങ്കിൽ അത് അല്ലാഹു തന്റെ കൈവശം അമാനത്തായി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ അമാനത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത്, ചെലവഴിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയും അള്ളാന്റെ മാർഗദർശനത്തിലുണ്ട്. ദീനുൽ ഇസ്ലാമിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ മുഖവിലക്കെടുക്കുന്നതിന് പകരം അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, തനിക്ക് കിട്ടിയ മുതലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വിവിധ അക്കൗണ്ടുകളിലാക്കി ഇതൊക്കെ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കി അക്കൗണ്ടിൽ ബാലൻസ് പരിശോധിച്ച് അതിലിങ്ങനെ ഒരുതരം ആത്മരതി ഉണ്ട്. താനല്ലാത്ത മറ്റൊരാൾക്കും അതുകൊണ്ടൊരു ഉപകാരവും കിട്ടാത്ത വിധത്തിൽ ആ പണത്തെ ശവമാക്കി മാറ്റുന്ന, ഡെഡാക്കി മാറ്റുന്നവർ, അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ധനികന്മാരെങ്കിൽ. പണമുള്ളവർ ഉത്തരവാദിത്തം അറിഞ്ഞ് പെരുമാറുന്നതിന് പകരം, സമൂഹത്തോടുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ നിർവഹിക്കുന്നതിന് പകരം, സമൂഹത്തിലെ വിവിധ ശ്രേണികളിലുള്ള മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിന് പകരം, അവരോട് കാരുണ്യവും അവരോട് സഹതാപവും അവരോട് ഉദാരതയും പ്രകടിപ്പിക്കുന്നതിന് പകരം പിശുക്കന്മാരായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, അത്തരക്കാരായ ധനികന്മാരെ കൊണ്ട് നിറഞ്ഞ സമൂഹം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. ഫബത്തുനുൽ അർദി ഖൈറുൽ ലക്കും മിൻ വഹിരിഹാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മരിച്ച് മണ്ണടിഞ്ഞ് ഈ ഭൂമിയുടെ അകമേ പോയി അടിഞ്ഞുകൂടുന്നതാണ് നല്ലത്. ഈ ഭൂമിക്ക് മുകളിൽ ഒരു ജീവിതം നയിക്കാൻ, ഒരു നാഗരികത കെട്ടിപ്പടുക്കാൻ, മനുഷ്യർക്കൊത്ത ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ യോഗ്യരല്ല എന്ന് നിങ്ങൾ സ്വയം തെളിയിക്കുകയാണ് എന്നാണ് ആ വചനത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു മാനദണ്ഡം അതിന്റെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വ ഉമൂറുക്കും ഇലാ നിസാഇക്കും എന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ പ്രകൃതിപരമായിട്ട് തന്നെ ദുർബലകളായ സ്ത്രീകളിലേക്കാണ് എങ്കിൽ അതും ഒരു അധപ്പതനത്തിന്റെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിപരമായ യോഗ്യതകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകളുടെ ഉത്തരവാദിത്തം പുരുഷന്മാരെ ഏൽപ്പിച്ചതാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്ന് പുരുഷന്മാർ പിറകോട്ടു പോവുകയും അലംഭാവം കാണിക്കുകയും പല തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അത്തരം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സ്ത്രീകൾ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ, ആണുങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറാത്തതുകൊണ്ട് അതിന്റെ ജീവിതഭാരങ്ങൾ സ്ത്രീകളുടെ മുകളിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ അത് ആ സമൂഹം പിന്നീട് നിലനിൽക്കാൻ അർഹതപ്പെട്ട സമൂഹമല്ല എന്നതിന്റെ തെളിവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ
രാഷ്ട്രത്തിന്റെ ഒക്കെ നിലനിൽപ്പിനെ കുറിച്ച് ഗൗരവമായ ആശങ്കകളും ചോദ്യങ്ങളും ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ രാഷ്ട്രീയമായ ബാധ്യതകൾ, നമ്മുടെ രാഷ്ട്രീയമായ അവകാശങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചനകൾ ഉണ്ടാകേണ്ടുന്ന സന്ദർഭമാണ്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നത് അതിന്റെ ഒരു പശ്ചാത്തലമാണെങ്കിൽ, അതിന്റെ മറ്റൊരു പശ്ചാത്തലം നാട്ടിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെയും ഫേക്കായിരുന്നു, വ്യാജമായിരുന്നു എന്നതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് പരമ്പരകളായി കടന്നുവന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെയ്ത വോട്ടുകളെല്ലാം അസാധുവായിരുന്നുവെന്നും യഥാർത്ഥ വോട്ടെടുപ്പിലൂടെയല്ല രാജ്യത്ത് പല സന്ദർഭങ്ങളിലും അധികാരങ്ങളിലേക്ക് ആളുകൾ അവരോധിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുമായ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വരുന്ന സന്ദർഭമാണ്. അത് വോട്ടിംഗിൽ, വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം വരുത്തിക്കൊണ്ടാണ് അങ്ങനെ ജനാധിപത്യം അല്ലെങ്കിൽ മനുഷ്യരുടെ, ഈ രാജ്യത്തെ പൗരന്മാരുടെ വളരെ അടിസ്ഥാനപരമായ, എന്നല്ല ഏറ്റവും അടിസ്ഥാനപരമായ രാഷ്ട്രീയ അവകാശം പോലും അട്ടിമറിക്കപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ, ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിൽ SIR എന്ന പേരിൽ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു റിവിഷൻ പ്രക്രിയ കടന്നു വരുന്നത് അതിനേക്കാൾ അപകടകരമായി നമ്മളെ രാഷ്ട്രീയമായി പുറന്തള്ളുന്ന സ്വഭാവത്തിലാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടുന്ന സന്ദർഭമാണിത്. നമ്മുടെ കൂട്ടത്തിൽ നികൃഷ്ടരായവർ, തെമ്മാടികൾ, യോഗ്യതയില്ലാത്തവർ ഭരണാധികാരങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു എന്ന പ്രശ്നത്തിനും അപ്പുറം രൂക്ഷമായ പ്രശ്നത്തെയാണ് SIR-ലൂടെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നമ്മുടെ വോട്ട് തന്നെ റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള, നിലവിൽ അതൊരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ റിവിഷൻ മാത്രമാണ് എങ്കിലും ഭാവിയിൽ പൗരത്വ രേഖ തന്നെയായി മാറാൻ സാധ്യതയുള്ള ഒരു കോപ്പുകൂട്ടലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത വിധത്തിൽ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർമാർ വരെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ സവിശേഷ സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഒരല്പം ജാഗ്രത. നമുക്ക് ഒരുപാട് അലംഭാവങ്ങൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, നിരന്തരമായി സംഭവിക്കുന്നുണ്ട്. നിയമത്തിന് വിധേയമാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമമനുസരിച്ച് ജീവിക്കുക, വ്യവസ്ഥക്കനുസരിച്ച് ജീവിക്കുക എന്നതിനോട് നമ്മൾ വലിയ അലംഭാവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ എല്ലാം ദുരന്തഫലങ്ങൾ ഈ SIR-ലൂടെ നമ്മളിൽ പലരും, നമ്മുടെ കൂട്ടത്തിലുള്ള പലരും അനുഭവിക്കാൻ പോവുകയാണ്. ആധാർ മര്യാദക്ക് സൂക്ഷിക്കാത്തത്, ആധാറിൽ തെറ്റുവന്നത് തിരുത്താൻ ഉണ്ടായ ലളിതമായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ അലംഭാവവും മടിയും കാണിച്ചതിന്റെ പേരിൽ വന്ന തെറ്റുകൾ നമുക്ക് പുലിവാലാകുന്ന സാഹചര്യത്തിലേക്ക്, നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ അടിസ്ഥാന രേഖകൾ സൂക്ഷിക്കുകയോ അതിനെ പുതുക്കുകയോ ചെയ്യാവുന്ന കാര്യത്തിൽ നമ്മൾ കാണിച്ച മടിയും അലസതയുമൊക്കെ നമ്മെ തിരിഞ്ഞുകൊത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല ജാഗ്രതയുണ്ടാവുകയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പിന്നിലുള്ള ആന്തരിക രാഷ്ട്രീയം എന്താണ്, ഉള്ളിലെ കളി എന്താണ് എന്നതിനെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ രേഖകൾ ശരിയാക്കാൻ മുൻകൈയെടുക്കേണ്ടുന്ന, ജാഗ്രത പുലർത്തേണ്ടുന്ന സമയമാണ്. മഹല്ലുവാസികളോട്, അതല്ലാത്തവരോടും സവിശേഷമായി ഈ സന്ദർഭത്തിൽ ആ പ്രോസസ്സിനെ, വീടുകൾ കയറിയിറങ്ങി BLO-മാർ നിർവഹിക്കാൻ പോകുന്ന വിവരശേഖരണത്തോട് ഒരു കാരണവശാലും അലസതയോടെയുള്ള സമീപനം, അലംഭാവത്തോടുകൂടിയുള്ള സമീപനം, പരമാവധി പോയാൽ വോട്ട് ചെയ്യാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ എന്ന അലംഭാവ സമീപനം ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം മുന്നറിയിപ്പ് നൽകാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ BLO-മാർ നമ്മുടെ വീടുകളിലേക്ക് 2002
വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫോം ഫില്ല് ചെയ്തു കൊടുത്താൽ വോട്ട് ഉറപ്പിക്കാം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് ഉറപ്പിക്കാം. പക്ഷേ അവർ പോലും 2002 ലിസ്റ്റിൽ ഓൾറെഡി എന്റെ പേരുണ്ടല്ലോ എന്ന് കരുതി ഈ കിട്ടുന്ന ഫോം ഫില്ല് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കരുത്. ആ ലിസ്റ്റിൽ തന്നെയും നിങ്ങളുടെ പേര് നിലനിൽക്കണമെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്തു കൊടുക്കണം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നടപടി. ആ നടപടിക്ക് വഴങ്ങുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഉള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ അത് ഫില്ല് ചെയ്തു കൊടുക്കണം. അപ്പൊ അതിന് ഫോട്ടോ എടുക്കാൻ പോണ്ടേ, പുതിയ ഫോട്ടോ ഒട്ടിക്കണം അതില്. അപ്പൊ അതിന് ഫോട്ടോ എടുക്കാൻ പോണ്ടേ എന്ന കാരണം കൊണ്ട് ആ ഫോം ഫില്ല് ചെയ്യാതിരിക്കാൻ സാധാരണഗതിയിൽ നമ്മളിൽ ഒരുപാട് ആളുകൾ അത്തരം സാഹചര്യത്തിന് വിധേയപ്പെടാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കരുത്. ഇപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ പോകൽ ഒരു വലിയ കാര്യമായി കാണരുത്. നമ്മുടെ പൗരത്വം തന്നെ ഭാവിയിൽ റദ്ദ് ചെയ്യപ്പെടാൻ റഫറൻസ് ആയേക്കാവുന്ന ഒരു ലിസ്റ്റാണ് തയ്യാറാക്കപ്പെടുന്നത് എന്ന ഗൗരവം ഇപ്പോൾ കാണിക്കണം നമ്മൾ എന്നതാണ്. അപ്പോ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 40 വയസ്സോ അതിന് താഴെയോ പ്രായമുള്ള ആളുകൾ ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല ഉറപ്പായിട്ടും. കാരണം അന്ന് 2002 18 വയസ്സ് തികഞ്ഞ ആളുകളെ അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും അവരും ഈ ഫോമുകൾ പൂരിപ്പിക്കണം. ഏറ്റവും അവസാനം 2005 നടന്ന പുറത്തിറങ്ങിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്കൊക്കെ ഫോം തരും BLOമാർ. അവരും ഈ ഫോം ഫില്ല് ചെയ്യണം. പക്ഷെ അവർക്ക് അഡീഷണൽ ചില ഇൻഫർമേഷൻസ് അതിൽ കൊടുക്കേണ്ടി വരും. പിന്നീട് ആവശ്യപ്പെടുമ്പോൾ അത് തെളിയിക്കുന്ന ചില രേഖകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ 2002 ലിസ്റ്റിൽ പേരുള്ള സ്വന്തം മാതാവിന്റെയോ പിതാവിന്റെയോ പേരും ഇലക്ഷൻ ID നമ്പറും റഫറൻസ് നമ്പറും ഒക്കെ കണ്ടെത്തി ഒരുങ്ങിയിരിക്കണം ഈ ഫോം ഫില്ല് ചെയ്യാൻ. വലിയ പണിയല്ല, കുറഞ്ഞ സമയത്തെ പണിയുള്ളൂ. സാങ്കേതികമായി പരിജ്ഞാനമില്ലാത്ത നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും മഹല്ലിന്റെയും ആഭിമുഖ്യത്തിൽ നിർബന്ധമായും സംവിധാനങ്ങൾ ഒരുക്കാൻ ജാഗ്രതയുണ്ടാകണം. അപ്പൊ അവര് ആ നിലക്കത് ഫില്ല് ചെയ്യുകയും ആവശ്യമായ രേഖകളുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇങ്ങനെ ഈ ഒരു ഘട്ടത്തെ മറികടക്കാൻ, നമ്മെ പുറത്താക്കാനുള്ള, നമ്മെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ കൊണ്ട് വിഫലമായി പോയതിനെ മറികടക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനെ വെച്ച് നടത്തുന്ന കളിയാണിത് എന്ന ഗൗരവം നമുക്കുണ്ടാകണം. ആ ഉത്തരവാദിത്വ ബോധമെങ്കിലും നമുക്കില്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് റസൂല് പറഞ്ഞത് പറയേണ്ടി വരും. നിങ്ങൾ ചത്തുപോകുന്നതാണ് പിന്നെ നല്ലത് എന്ന് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടി വരും. നിങ്ങളൊന്നും ഈ ഭൂമിക്ക് മേൽ നിലനിൽക്കാൻ അർഹതപ്പെട്ടവരല്ല. അത്ര പോലും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ഉത്തരവാദിത്വവും കാണിക്കാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അർഹതല്ല. നമ്മൾ ഒരാളുടെയും സഹതാപത്തിന് പിന്നീട് അർഹതയുള്ളവരായിരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് വ്യക്തിപരമായി ധാർമ്മികമായി ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉള്ളതുപോലെ, കുടുംബപരമായി നമുക്ക് ചില ധാർമ്മികതയും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളതുപോലെ, നമ്മുടെ നാട്ടുകാരോട് ഇടപഴകുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉള്ളതുപോലെ, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് തന്നെ നമുക്ക് രാഷ്ട്രീയമായ ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ തുടക്കം നമുക്ക് നമ്മുടെ രാഷ്ട്രീയമായ അവകാശങ്ങൾ വകവെച്ച് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നിടത്തുള്ള നമ്മുടെ ജാഗ്രതയാണ്. എനിക്ക് എന്റെ നാട്ടിൽ വോട്ടുണ്ട്. രാഷ്ട്രീയമായ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണ് വോട്ട് ചെയ്യാനുള്ള, അതിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. അതുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അതുണ്ടാക്കണം. നമ്മുടെ രാഷ്ട്രീയ നിഷ്ക്രിയത്വം കൊണ്ടും രാഷ്ട്രീയ നിഷ്പക്ഷതയുടെ പേരിലും ഞാനിപ്പോ ആർക്കും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രായമായിട്ടും വോട്ടവകാശം
നേടിയെടുക്കാതെ പോകുന്നത് ഗുരുതരമായ തെറ്റാണ്. അത് ദീനിയായിട്ട് കൂടി തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കിടയിൽ നിന്ന് നമ്മുടെ നേതാക്കളായി നമ്മെ ഭരിക്കേണ്ടവരായി കടന്നു വരേണ്ടവരാരാണ് എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ ആയുധമാണ് നമ്മുടെ വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് ഉപയോഗിക്കാൻ കയ്യിൽ വേണം. അതില്ലാതിരുന്നിട്ട് തെമ്മാടികളാണ്, നികൃഷ്ടരായവരാളാണ് നമ്മുടെ ഭരണാധികാരികളായി വന്നത് എന്നതിൽ പിന്നെ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പിന്നെ നമ്മൾ നശിക്കാൻ യോഗ്യരാണ് എന്ന് റസൂല് പറഞ്ഞത് അതിന് നമ്മൾ വിധേയമാകേണ്ടി. അതുകൊണ്ട് ഈ സന്ദർഭത്തിലെ നമ്മുടെ വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ ബാധ്യതകളെക്കുറിച്ച് ശരിയാവണ്ണം അറിഞ്ഞ് പെരുമാറാൻ നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് ഈ സന്ദർഭത്തിൽ സവിശേഷമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയിൽ അർഹതയോടുകൂടി യോഗ്യതകളോടുകൂടി ഒരു സമൂഹമായി, പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ക്ഷേമൈശ്വര്യപൂർണമായ ഒരു ജീവിതം സാധ്യമാക്കാനുള്ള ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് ജീവിക്കാനും അതുവഴി അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا واجعلها الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا. اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل الجنة هي دارنا وقرارنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في الضفة الغربية. اللهم انصر إخواننا في السودان. اللهم انصرهم على أعدائهم أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. الله أكبر الله أكبر أشهد أن لا إله إلا الله وأن محمدا رسول الله.